വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിന്റെ വാർക്കയാണ് ഗൈസ്. നമ്മൾ പണിയുന്ന വീടിന്റെ വാർക്ക. അപ്പം അതിന് പോവാണ് നമ്മൾ. 11 മണിയാകുമ്പോഴത്തേക്കിന് ഏകദേശം വാർക്കാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ രാവിലെ തന്നെ പോവാണ്. കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമുക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഒന്നാക്കണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അമ്മയുണ്ട്, ചിറ്റയുണ്ട്, കേശാപ്പിയുണ്ട്. കേശാപ്പിയില്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം കേശാപ്പിയുണ്ട്. പിന്നെ ഏട്ടനുണ്ട്, അച്ഛൻ. അതെ, അച്ഛൻ എരുമേലിയിൽ നിന്ന് വന്നിട്ട് ഞാലിയാകുഴിയിൽ നിൽപ്പുണ്ട്. ഇപ്പൊ ബസ് കിട്ടി അങ്ങോട്ട് ചെന്ന് കാണും. അച്ഛനെ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് വാർക്കാൻ പോവാണെന്നുള്ള തീരുമാനങ്ങളൊക്കെ പറഞ്ഞത് ഇന്നലെയാണ്. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. ഒന്നും നമുക്ക് സമയം എടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നില്ല. അപ്പം എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് എല്ലാവരെയും അറിയിച്ച് അച്ഛനും പെട്ടെന്ന് ഇന്നലെ അച്ഛന് വരാൻ പറ്റിയില്ല. കാരണം നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞല്ലേ അമ്മ? കാരണം പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അച്ഛൻ ഇറങ്ങി അങ്ങോട്ട് വെളിയിൽ പോയാനാ കേശു കിടന്ന് അച്ഛന്ന് കാറുന്നത്. അപ്പം നമ്മൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് പാടാ വരാനായിട്ട്. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു വെളുപ്പിനേക്ക് പോന്നേക്കാന്ന്. അങ്ങനെ അച്ഛൻ വെളുപ്പിനെ പോകുന്ന ഒരു എത്ര മണിയാവും? 8:30 കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നില്ലേ? തെങ്ങണായി വന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാന് അർച്ചനയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വന്നു. അതെ, എല്ലാവർക്കും വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. വാർക്കയാണെന്ന് പറഞ്ഞാലും ഇത്ര എന്തിനാണ് നിങ്ങൾ ഇത്ര അല്ലേ? എല്ലാവരും ഇപ്പൊ ചോദിക്കും വാർക്കയ്ക്ക് എന്തിനാ നിങ്ങൾ ഇത്രയും ഇതാവുന്നത്? അതെ, നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ വീടാണ്. ആദ്യത്തെ വീട് ഇത്രയും വർഷക്കാലം കാത്തിരുന്നിട്ട് പണിയുന്ന ഒരു വീടിന്റെ വാർക്ക എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും, ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങളത് നിങ്ങളെ അറിയിക്കണം. അല്ലെങ്കിൽ അതെ, നിങ്ങൾ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നിങ്ങളിലൂടെ ആണ് നടന്നിട്ടുള്ളത്. അപ്പം അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. നമ്മൾ നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് വന്നു. ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ? അച്ഛൻ 10 ഷർട്ടൊക്കെ ഊരി അവർക്ക് അവിടെ ആളുകളുടെ കൂടെ നിൽക്കുമായിരുന്നു, നമ്മുടെ പണിക്കാരുടെ അടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കേശു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കേശു ചാടി തലവടെ കയറിയേക്കുവാട്. അപ്പോഴല്ലേ ചെപ്പടവേ കയറിയേക്കുവാട്. ചക്കര പൊക്കറ ഐ ഐ ഐ ഐ ഐ. വേണ്ട, നമ്മുടെ വീട് വേണ്ട ഇത്രയായി ഗൈസ്. എന്തൊരു സന്തോഷമുണ്ടെന്നറിയാം ഇത് കാണുമ്പം, പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് കാലത്തെ ആഗ്രഹ സഫലീകരണമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര എത്തി. ഇപ്പം മേളഭാഗം നമ്മൾ വാർക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കമ്പിയൊക്കെ കെട്ടി ഇനി വാർത്ത് സെറ്റപ്പാക്കാൻ ഒരു 11 മണിയോടുകൂടിയൊക്കെ വാർക്ക തുടങ്ങും. എന്താ നല്ല വെയിലുണ്ട്, അവരെ സമ്മതിക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് ഈ പണിയെല്ലാം എടുക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരു മരം പോലും തണലില്ല നമ്മുടെ പറമ്പിൽ. ഇപ്പുറത്തെ വീടും ഏകദേശം വേണ്ടേ വാർക്കയല്ലെങ്കിൽ തേപ്പൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ്ങും പരിപാടിയെല്ലാം മതി. ഇനി തേകേശു അതിലമ്പഴി ഓട്ടമാണ്. എടപ്പ് വണ്ടി അതിലമ്പഴി കൊണ്ടുവരാൻ പോയി. കാരണം പുറകിലാണ് നമ്മുടെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ കുഴയ്ക്കാനും എടുക്കാനും ഒക്കെ ഉള്ളതെല്ലാം വണ്ടിയും ഒക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം വണ്ടി അതിലും വഴി എടുക്കണം. അപ്പോൾ അവിടെ ഇപ്പോൾ പണിക്കാരുടെ വണ്ടിയൊക്കെ അവിടെ സ്കൂട്ടർ ഇരിപ്പുണ്ട്. ആ വഴി വേണം നമ്മുടെ വണ്ടി വരാനായിട്ട്. അവിടെ ചെറിയ രീതിക്ക് താഴുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിലും വഴി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടപ്പം അങ്ങോട്ട് പോയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കാം. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി വാർക്കാനായിട്ട് ഇപ്പം ഏട്ടാപ്പ് മാത്രമേ കൊട്ട ഇടാനായിട്ട് കയറുകയുള്ളായിരിക്കും. കാരണം എനിക്ക് പേടി അതിൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ട്. കാരണം പുറകിലൊരു ചെറിയ ഏണിയുടെ സെറ്റപ്പാണ് വെച്ചേക്കുന്നത്. അച്ഛനും ഏട്ടപ്പും കൂടെ കയറും മണ്ടയ്ക്ക്. അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് വശം കേട്ടോ. ഇവിടെ ഏണി വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കയറി വേണം അവിടെ പോയി മണ്ടയ്ക്ക് കയറി വാർക്കുന്നിടത്തോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. ഒരു കപ്പയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് സിമെൻറ്റ് എല്ലാം കഴിക്കാൻ വേണ്ടിയുള്ള മെഷീനാണ്. പാറപ്പൊടിയൊക്കെ ഇറക്കിയിട്ടേക്കുന്നു. ബാക്കി നമുക്ക് വലിയൊരു ജനലുണ്ട് കണ്ടോ, നല്ല രസമില്ലേ അത് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പുകളൊക്കെ. ഇനി നമുക്കിതൊന്ന് വാർക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ കാര്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങി, ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ വെക്കാൻ പോകുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ചമയം കളക്ഷൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സപ്പോർട്ടും അനുഗ്രഹമൊക്കെ എന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നേ എനിക്ക് പറയാനുള്ളൂ.
വേണ്ട ഏട്ടാപ്പൂ വന്നു. വണ്ടി എവിടെ ഇട്ടു ഏട്ടാപ്പൂ? ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലേ? സ്റ്റെപ്പ് അടിച്ചോണ്ടിരിക്കല്ലേ? അമ്മ വേണ്ടെന്ന് പറയുന്നു. ചേട്ടന്മാരെ പൈപ്പ് ഇടുക. ഞാൻ കേറിയില്ല, കേറാനുള്ള ധൈര്യം എനിക്കില്ല. പകുതി കയറിയിട്ട് ഞാൻ തിരിച്ചറിയാം. കേട്ടപ്പൂ കാണിച്ചു തരും കേട്ടോ. അങ്ങനെ വേണ്ട വാർക്ക തുടങ്ങി ഗായ്സ്. മണ്ടയ്ക്കാണ് ഏട്ടാപ്പവും അച്ഛനും മണ്ടയ്ക്ക് ഓരോ കൊട്ട വീതം വാർക്ക് നടക്കുന്നതിൻ്റെ ഇടും. പക്ഷെ നമ്മൾ താഴെ നിൽക്കുന്നതുകൊണ്ട് മേളിൽ കയറി ആ വീഡിയോ എടുക്കാനായിട്ടുള്ള വകുപ്പ് നമ്മുടെ കയ്യിലില്ല. വേണ്ടേ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവാണ് ഗൈസ്. പറ്റിയാൽ നിങ്ങളെ അവിടെ ഒക്കെ ഒന്ന് കാണിക്കാം. നമ്മുടെ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ട്, അതിലും വഴിയാണ് കയറുന്നത് കേട്ടോ. ഇവിടം വരെ ഞാൻ കയറിയുള്ളൂ. അതാണ് നമ്മുടെ വാർക്കാൻ തുടങ്ങി. ഹൈടെക് അല്ലേ? ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കണ്ടോ, എല്ലാം കമ്പിയെല്ലാം വെച്ചേക്കുവാണ്. സ്റ്റെപ്പ് കയറി മേളിൽ പോകാം. മേളുഭാഗം വാർത്തിട്ടില്ല. നമ്മളെ ഹാള്, നമ്മുടെ സിറ്റ് ഔട്ട്, നമ്മുടെ ഹാള് കണ്ടോ, ഒരു മുറി, നമ്മുടെ അടുക്കള, സ്റ്റെയർ കയറി വരുന്നു. വീഗാലാൻഡിലൊക്കെ റൈഡ് പോയി. അതെ, കോൺട്രാക്ടർക്ക് കുട പിടിച്ച് കൊടുക്കുന്ന മൊയിലാളി, അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം പണി ഒഴിച്ച് തീരാറായിട്ടുണ്ട്. ആണ്ട പോണു, ദേണ്ട പോണു, ഓടുന്നു. ഓക്കേ, എന്താണിപ്പോൾ അവിടെ നടന്നത്? എന്താ അത് കണ്ടോ, കുട പിടിച്ച് നിൽക്കുന്നത് കണ്ടോ? നമുക്ക് പണി എന്തോരായെന്നൊന്ന് കയറി നോക്കിയാലോ. സ്റ്റെപ്പൊക്കെ വാർത്തുക. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ സ്റ്റെപ്പ് വാർത്തിട്ടില്ലായിരുന്നല്ലോ. ഇത്രയും പോർഷനും കൂടെ ഉള്ളൂ, ബാക്കി ഫുള്ളായിരിക്കുകയാണ്. സുമിതയുടെ ഒരു ഹായ് പറഞ്ഞു. എറിഞ്ഞു കൊടുക്കുന്നു. ക്യാച്ച് പിടിക്കാൻ സാധിച്ചില്ല. അത് താഴെ പോയി. 1 2 3 സ്റ്റാർട്ട്. മുഴുവനും വാർത്ത് കഴിഞ്ഞു ഗൈസ്. വാർക്കയെല്ലാം അതിമനോഹരമായിട്ട് നടന്നു. നമ്മളിപ്പോൾ ഉള്ള തൊട്ടിപ്പുറത്ത് പണിഞ്ഞിട്ടിരിക്കുന്ന വീട്ടിലാണുള്ളത്. അതും ഭാഗികമായിട്ടുള്ള പണികളെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിനകത്ത് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോൾ നമ്മൾ വേണ്ട അവർക്ക് കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളിന്ന് റൈസും ചിക്കനും ഒക്കെയാണ് കൊടുക്കുന്നത്. വാർക്കയ്ക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും വന്നിട്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ കടക്കുവാണ്. ഫുള്ള് കംപ്ലീറ്റായി. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പം ഇനിയുള്ള കാര്യങ്ങളുമൊക്കെ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കാം. ഇപ്പോൾ ചോറൊക്കെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോകും. അപ്പം പണിക്കാരെയൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ.
പാർക്കൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പോവാണ്. കണ്ടോ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവരൊക്കെ വണ്ടിയൊക്കെ തിരിച്ച് പോകാൻ പോവുകയാണ്. ഞാനപ്പോൾ വേറൊരു കാഴ്ച കാണിച്ചു തരാം. പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വന്തം വീട്ടിൻ്റെ സ്റ്റെയർ കേസിലിരുന്ന് വാർക്കയുടെ ബിരിയാണി കഴിക്കുന്ന ഉടമ മൊലളി. മൊലളി മൊലളി കാവന്ന മൊലളി. അണച്ചു പോയെന്നൊന്നും ഇങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ലെന്ന് മുതലാളിക്ക്. അങ്ങനെ ഇതാണ് നമ്മുടെ സാമ്രാജ്യം പണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ തിരിച്ച് നമ്മൾ പൊൻപുഴയിലോട്ട് പോവുകയാണ്. അമ്മയൊക്കെ അവിടെ പണിത വീടിനകത്തുണ്ട്. ഭക്ഷണം എടുത്തതിൻ്റെയൊക്കെ എടുത്ത് വെക്കുന്നു. ഞാനീ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനും ഇപ്പം അങ്ങോട്ട് പോകും. അമ്മേ പറയാമ്മേ. അങ്ങനെ ഞങ്ങളുടെ വാർക്കപ്പണിയെല്ലാം ഇന്നത്തെ തീർന്നു. ഞങ്ങളെല്ലാം നല്ല രീതിയിൽ എല്ലാവരും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ക്ഷീണിച്ചു പോയി, വെയിൽ കൊണ്ടുകൊണ്ട് ക്ഷീണിച്ചത്. അതെ, അതുകൊണ്ട് എല്ലാവർക്കും ആഹാരം എല്ലാം കൊടുത്തു. നമ്മളെല്ലാം റെഡിയാക്കി. ഇനി ബാക്കി ആഹാരം കുറച്ചുണ്ട്. അതെല്ലാവരും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങളെല്ലാവരും എല്ലാവരും ഇതെല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും നല്ല സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കാണുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ വാർത്തകളെ കാണിക്കുന്നത്. തലയിലോട്ടൊക്കെ വെച്ചു പണി എടുപ്പിക്കാൻ. ഇവിടെ താഴുന്നുണ്ട് ഗൈസ് നമ്മുടെ വഴി. നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചാണ്, അതുകൊണ്ട് കൊടുത്തിട്ട് വരാൻ കുപ്പി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ ടാറ്റ പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ട് എന്നാ ചൂടായിരുന്നു, എന്നാ വെയിലായിരുന്നു എൻ്റെ കാലം.